മൈവാ സെൽസ് കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. പേടിക്കേണ്ടതില്ല, നമ്മുടെ കഠിനാധ്വാനം ഒരിക്കലും പാഴായി പോവുകയില്ല എന്നാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പൊതുജനങ്ങളോട് തുറന്നു പറഞ്ഞത്. പ്രവർത്തകർക്ക് ആവേശം നൽകി അവരോട് പറഞ്ഞു, നമ്മൾ പ്രവർത്തിച്ചത് നമ്മുടെ നാടിന് വേണ്ടിയാണ്. നമ്മുടെ രാജ്യത്തെ നിലവിലുള്ള അവസ്ഥ മാറി നമ്മുടെ രാജ്യം പരിപൂർണതയോടുകൂടിയുള്ള ഒരു സന്തോഷാവസ്ഥയിലേക്ക് കടന്നു വരണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ആ യാഥാർത്ഥ്യത്തെ വരവേൽക്കാൻ രാജ്യം ഒരുങ്ങി നിൽക്കുക എന്നുള്ള രീതിയിലാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും നിർദ്ദേശങ്ങൾ നൽകിയത്. പലയിടങ്ങളിലും EVM മിഷനുകൾക്ക് കാവൽ നിൽക്കാൻ അവർ ആവശ്യപ്പെടുകയും ചെയ്തു. ഒരു ജനാധിപത്യ രാജ്യത്ത് ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ നടക്കാറുള്ളത് ചിലപ്പോൾ വിരലിലെണ്ണാവുന്നത് മാത്രമായിരിക്കാം. നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടിംഗ് മിഷനുകളിലെ അട്ടിമറി തന്നെയാണ്. ആ അട്ടിമറികളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിക്കുമായിരുന്നിട്ട് പോലും ചിലർക്ക് ഒത്താശ പാടാൻ അവർ മുന്നോട്ട് വരുമ്പോൾ പ്രതിപക്ഷങ്ങൾ നീതിക്ക് മുന്നിൽ കൈനീട്ടിയിരിക്കുകയാണ്. സുപ്രീം കോടതിക്ക് മുന്നിൽ കൈനീട്ടിയിരിക്കുകയാണ്. സുപ്രീം കോടതി പോലും പല വിഷയങ്ങളിലും ഇവരുടെ ആവശ്യങ്ങൾ തള്ളുമ്പോൾ പ്രതീക്ഷ പൊതുജനങ്ങളുടെ കൈകളിലേക്ക് മാത്രമായി മാറുമ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പറയുന്നു, പേടിക്കേണ്ടതില്ല, കഠിനാധ്വാനം, നമ്മുടെ കഠിനാധ്വാനം അത് വിജയത്തിലേക്ക് മാത്രമേ എത്തുകയുള്ളൂ എന്നാണ് അവർ പൊതുജനങ്ങളോട് ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തുറന്നു പറയുന്നുള്ളത്. യാഥാർത്ഥ്യം നടന്നു കഴിഞ്ഞാൽ, ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ, രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് വോട്ടർമാർ ബൂത്തുകളിലേക്ക് കടന്നുപോയി കഴിഞ്ഞാൽ രാജ്യത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, പച്ചയായ യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം നടക്കും എന്നുള്ളത് തന്നെയാണ് എല്ലാ ജനങ്ങളുടെയും പ്രതീക്ഷ. പക്ഷേ ആ യാഥാർത്ഥ്യത്തെ വെല്ലുവിളിക്കുന്നത് വോട്ടിംഗ് മിഷനുകളിലെ തട്ടിപ്പുകളാണ്, അട്ടിമറികളാണ്. ആ അട്ടിമറികളെ ചെറുത്തു തോൽപ്പിക്കാൻ രാഹുൽ ഗാന്ധി ചില നിർണായക നീക്കങ്ങൾ നേരത്തെ തന്നെ നടത്തിയിരുന്നു. വോട്ടിംഗ് മിഷനുകൾക്ക് മുന്നിൽ കാവൽ നിർത്തിയിരുന്നു, അഭിഭാഷക സംഘങ്ങളെ നിയോഗിച്ചിരുന്നു. അതിനു പുറമെ വീണ്ടും പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകുന്നു, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഓരോ സ്ട്രോങ് റൂമിന് മുന്നിലും കാവൽ നിൽക്കുക, നാളത്തെ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരെ എന്തും സംഭവിക്കാം രാജ്യത്ത്. അല്ലെങ്കിൽ EVM മിഷനുകൾ സൂക്ഷിച്ചിരുന്ന സ്ഥലങ്ങളിലേക്ക് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്താനെങ്കിലും നിങ്ങൾക്ക് സാധിക്കണമെന്നുള്ളതാണ് പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും അഭ്യർത്ഥന. അതുകൊണ്ട് അവർ മുന്നോട്ട് വെച്ച അഭ്യർത്ഥനയെ പരിപൂർണതയോടുകൂടി പ്രവർത്തകർ സ്വീകരിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത്. പലയിടങ്ങളിലും പ്രതിപക്ഷങ്ങൾ EVM മിഷനുകൾക്ക് കാവൽ നിൽക്കുന്നത് വലിയ നേട്ടങ്ങൾ ചിലപ്പോൾ പ്രതിപക്ഷത്തിന് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.